പട്ടാമ്പി നഗരസഭയ്ക്ക് കീഴിലുള്ള പട്ടാമ്പി ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൂചനാ സമരം സംഘടിപ്പിച്ചു. സമരം ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി എൻ നീരജ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PR രജീഷ് അധ്യക്ഷനായി. നഗരസഭാ കൌൺസിലർ CS സുരേഷ്, ബ്ലോക്ക് ട്രഷറർ TV രാഹുൽ, ജോയിന്റ് സെക്രട്ടറി KP മുഹമ്മദ് ഹാസിർ, അരുൺ, ഹാരിസ് എന്നിവർ സംസാരിച്ചു. യാത്രക്കാർക്ക് വിശ്രമിക്കാൻ സുരക്ഷിതമായ ഇരിപ്പിടങ്ങൾ അടിയന്തരമായി സ്ഥാപിക്കുക, ബസ് സ്റ്റാൻഡിൽ ശുചിത്വമുള്ള പരിസരവും ആധുനിക ശുചിമുറിയും ഒരുക്കുക, ബസ് സ്റ്റാൻഡ് മുഖാന്തരം നഗരസഭയ്ക്ക് ലഭ്യമാകുന്ന വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം തുക ബസ് സ്റ്റാൻഡ് മെയിന്റനൻസ് പ്രവർത്തകർക്ക് മാറ്റിവെക്കുക, ബസ് സ്റ്റാൻഡ് സമഗ്ര നവീകരണത്തിലുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി പ്രവൃത്തി നടപ്പിലാക്കുക, നഗരസഭ ബസ് സ്റ്റാൻഡ് ആധുനിക സൗകര്യങ്ങളോടെ നവീകരിക്കുക, അനൗൺസ്മെന്റ് സംവിധാനം, ടെലിവിഷൻ സൗകര്യം, ഭിന്നശേഷി സൗഹൃദ സംവിധാനങ്ങൾ, അന്വേഷണ കേന്ദ്രം, പെയ്ഡ് എയർ കണ്ടീഷൻ റൂമുകൾ, കുടിവെള്ള സൗകര്യം എന്നിവ ഒരുക്കുക, മൺസൂൺ കാലത്ത് മഴ നനയാതെ നിൽക്കാൻ ആവശ്യമായ വിശ്രമ കേന്ദ്രം ഒരുക്കുക, ബസ്സുകൾക്ക് കൃത്യമായ പാർക്കിംഗ് സൗകര്യങ്ങളും മാർക്കിംഗും ഏർപ്പെടുത്തുക, ബസ് സ്റ്റാൻഡിന്റെ പുറകുവശം ഭാരതപ്പുഴയോട് ചേർത്ത് കിടക്കുന്ന ഭാഗം സുരക്ഷിതത്വം ഉറപ്പാക്കി സൗന്ദര്യവൽക്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. സമരത്തിന്റെ ഭാഗമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുനിസിപ്പൽ കമ്മിറ്റി തയ്യാറാക്കിയ ലഘുലേഖ ബസ് യാത്രക്കാർക്കും വ്യാപാര സ്ഥാപനങ്ങളിലും പ്രവർത്തകർ വിതരണം ചെയ്തു. തുടർന്ന് ബസ് സ്റ്റാൻഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധം